ഗൃഹനിർമ്മാണ പദ്ധതികളിൽ മുസ്ലിം സമുദായത്തിന് അധിക സംവരണം നൽകുന്നതിൽ കർണാടകയിൽ പ്രതിഷേധം. നിലവിലുള്ള 10% സംവരണം 15%-ആയി ഉയർത്തുകയാണ് ലക്ഷ്യം. ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. നടപടി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന് BJP ആരോപിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കോൺഗ്രസ് സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനം സർക്കാരിൻ്റെ ഗൃഹനിർമ്മാണ പദ്ധതികളിൽ മുസ്ലിം സമുദായത്തിന് അധിക സംവരണം നൽകുകയാണ്. 10% ഉണ്ടായിരുന്നു സംവരണം, വീണ്ടും അത് 15%-ആയി ഉയർത്തുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൃഹനിർമ്മാണത്തിന് സംവരണം. വലിയ പ്രതിഷേധമാണല്ലോ കർണാടകയിൽ ഉയരുന്നത്. ശ്രീകാന്ത്, കർണാടക സർക്കാർ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യം സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സാണ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഗൃഹനിർമ്മാണ പദ്ധതിയിലും സമാനമായ രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്നും നീക്കം നടക്കുന്നത്. അതായത് സ്നേഹത്തിൻ്റെ കടയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൃഹനിർമ്മാണ പദ്ധതിയിൽ 10% ഉണ്ടായിരുന്ന മുസ്ലിം സംവരണം ഇപ്പോൾ 15%-ആക്കി മാറ്റുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. വലിയ പ്രതിഷേധം അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. കാരണം ഈ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും കയറിക്കിടക്കാൻ വീട് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നഗരമേഖലകളിൽ, പ്രത്യേകിച്ച് ബംഗളൂരു, കനക്പുര പോലെയുള്ള നഗരമേഖലകളിൽ ഈ മുസ്ലിം സമുദായത്തിന് 10 നിന്നും 15% ഈ ഗൃഹനിർമ്മാണ കാര്യത്തിൽ ഒരു സംവരണം നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ പറയുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വീടില്ലാത്തവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് നൽകേണ്ടത് പിന്നാക്കക്കാർക്കാണെന്നും ഈ മുസ്ലിം സമുദായത്തെക്കാൾ പിന്നാക്കം നിൽക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ ഉണ്ട് എന്നും BJP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുകയും ചെയ്യുന്നു. പക്ഷേ മന്ത്രിസഭാ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. BJP അതിനെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം കർണാടകയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. കർണാടകയിൽ ഭവന നിർമ്മാണത്തിന് നിലവിലുണ്ടായിരുന്ന 10% മുസ്ലിം സംവരണം 15%-ആയി വർദ്ധിപ്പിക്കുകയാണ്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി 15% വീടുകൾ, അതായത് പാവപ്പെട്ടവർക്കുള്ള വീട് ഗൃഹനിർമ്മാണ പദ്ധതി, സർക്കാരിൻ്റെ പദ്ധതി നീക്കിവെക്കുന്ന ന്യൂനപക്ഷ പ്രീണനം കർണാടക സർക്കാർ നടപ്പാക്കുന്നു. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത്.